നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിൽ പദമഴ പെയ്തത് കൗതുകമായി. തൃശൂർ അമ്മാടം കോടന്നൂർ ഭാഗത്താണ് പദ പെയ്തത്. കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സമ്മാനിച്ചു. ദൈവം കയ്യപ്പെട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. മാളയിൽ മാരത്തോൺ 2025 സംഘടിപ്പിച്ചു. ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടി MLA VR സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പദമഴ പെയ്തത് കൗതുകമായി. തൃശൂർ അമ്മാടം കോടന്നൂർ ഭാഗത്താണ് പദ പെയ്തത്. വേനലിൽ ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണിതെന്ന് വിദഗ്ധർ പറയുന്നു. ഫാക്ടറിയോ മലിനമായ ഏതെങ്കിലും സാഹചര്യമോ ഉണ്ടെങ്കിൽ അവിടെ വായുവും മഴയും ചേരുന്ന സമയത്ത് പദമഴ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങളിൽ സോപ്പ് പത പോലെയുള്ളത് രൂപപ്പെടാറുണ്ട്. ഇതിന്റെ അംശവും വെള്ളവും ചേരുന്ന സമയത്ത് പ്രത്യേക തരത്തിൽ പതയായി രൂപമാറ്റം സംഭവിക്കുകയും അത് പിന്നീട് കാറ്റിനൊപ്പം എത്തുന്നതാണ് മറ്റൊരു സാധ്യത. എന്തായാലും ഇതുവരെ കനത്ത പദ പെയ്ത്ത് ആളുകൾക്ക് വിസ്മയ കാഴ്ചയായി. കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സമ്മാനിച്ചു. പുലിസ്റ്റർ ബുക്സ് പ്രസിദ്ധീകരിച്ച ദൈവം കയ്യപ്പെട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ആലങ്ങോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. അർത്ഥപൂർണമായ നിമിഷം വൈലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. മധ്യായുസ്സിൽ സാരമായത് ചില മുന്തിയ നിമിഷങ്ങൾ അല്ല, മാത്രകൾ മാത്രം. ഞാനിങ്ങനെ ഓടി വന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിലെയും ഒരു മുന്തിയ നിമിഷമാണ്. കാരണം ഗംഗാധരേട്ടന് പുരസ്കാരം കൊടുക്കാൻ സാധിക്കുക എന്നത്, ഞാൻ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വാങ്ങേണ്ട ആളാണ്, പ്രായം കൊണ്ടും സീനിയോറിറ്റി കൊണ്ടും. ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടം തെറ്റിയ കുട്ടി എന്ന നോവൽ വായിക്കുന്നത് പ്രീഡിഗ്രി 1ാം വർഷത്തിൽ പഠിക്കുമ്പോഴാണ്. അന്ന് അറിയപ്പെട്ട എഴുത്തുകാരനാണ്. അന്നത്തെ കുങ്കുമം വാരികയിൽ ഖണ്ഡശ വന്ന നോവലാണ് കൂട്ടം തെറ്റിയ കുട്ടി. അന്ന് MV കൃഷ്ണവാര്യരാണ് കുങ്കുമത്തിന്റെ എഡിറ്റർ. സാക്ഷി പ്രസിഡന്റ് സെയ്താവൻ അധ്യക്ഷനായി. കവി സെബാസ്റ്റ്യൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ ടി കെ ഗംഗാധരന്റെ കനോലി കനാലിന്റെ തീരത്തെന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ആസ്പിൻ അഷ്റഫ്, സുനിൽ P മതിലകം, ഡാവിഞ്ചി സുരേഷ്, PT മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. ടി കെ ഗംഗാധരൻ, PA സീതി, PR ബാബു എന്നിവർ സംസാരിച്ചു. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ മാരത്തോൺ 2025 സംഘടിപ്പിച്ചു. ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടി MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചുമക്കളെ, അവരുടെ തലച്ചോറിനെ, അവരുടെ മനസ്സിനെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ശരീരത്തെ എല്ലാം ബാധിക്കുന്ന ഒരു വിപത്തായിട്ടൊന്ന് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഒരു സമൂഹം തന്നെ ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുള്ളത്. മാരത്തോണിന് മുന്നോടിയായി നടന്ന സൂംബ ഡാൻസ് മത്സരാർത്ഥികൾക്ക് ആവേശമായി. മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച 3K ഫൺ റൺ മുൻ MLA തോമസ് ഉണ്ണിയാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമുക്ക് ഒന്നിച്ചു നീങ്ങാം, ഒന്നിച്ചോടാം, നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിനായി. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന മാതൃകാപരമായിട്ടുള്ള ഈ മാരത്തണോട്ടത്തിന് എല്ലാ ആശംസകളും തരുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുട്ടികൾ,
നമ്മുടെ യുവാക്കൾ, പൊതുസമൂഹം തന്നെ ഇന്ന് ലഹരിയാൽ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷ്റഫ്, മാള ജുമാ മസ്ജിദ് ഇമാം ജനാബ് സുബൈർ ബന്നാനി, ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ, ബെന്നി ജോൺ ഐനിക്കൽ, ഡോക്ടർ അജിത് കുമാർ, എസ് ചന്ദ്രകാന്ത, ഡോക്ടർ ജിയോ ബേബി, ഹോളി ഗ്രേസ് ഡയറക്ടർമാർ, മാരത്തോൺ ഓർഗനൈസർ MR ഗിരീഷ് കുമാർ, പോളിടെക്നിക് പ്രിൻസിപ്പൽ MB ശശികുമാർ, വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. 10K പുരുഷ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബിൽ സഹി 1ാം സ്ഥാനവും, നാഷണൽ പ്ലെയർ സന്ദീപ് 2ാം സ്ഥാനവും, നാഷണൽ പ്ലെയർ RS മനോജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ രഞ്ജിത V 1ാം സ്ഥാനവും, പൗർണമി 2ാം സ്ഥാനവും, സുപ്രിയ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് തോമസ് ഉണ്ണിയാടൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് മെമ്പർ എ അഷ്റഫ്, കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാരത്തോൺ ഓർഗനൈസർ MR ഗിരീഷ് കുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. അഷ്ടമിച്ചിറ NSS കരയോഗം ചാരിറ്റബിൾ സൊസൈറ്റി, കൊടകര ശാന്തി ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന, അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ദൈനംദിനം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളിലൂടെ ജീവിതശൈലി രോഗങ്ങളോടൊപ്പം തന്നെ ഇന്ന് തിമിര രോഗത്തിലേക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഷുഗർ, പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യതയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മനുഷ്യജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിൽ ഏറ്റവും വലിയൊരു ഉത്തമമായ മനുഷ്യജീവന്റെ ഏറ്റവും വലിയ മൂല്യമാണ് നമുക്ക് കണ്ണ് കാണുക എന്നുള്ളത്. അതിൽ നിന്ന് ഇവിടുത്തെ ക്യാമ്പ് തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നല്ല 2 ഡോക്ടർമാരെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് തുടർ ചികിത്സ ഏപ്രിൽ 6ാം തീയതി 8:30 മുതൽ 12:30 വരെ ഉള്ള സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇത്രയും വിപുലമായി നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ക്യാമ്പയിൻ ഒരുക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ക്യാമ്പ് നമുക്കോട് ഒരുക്കി വെച്ചിരിക്കുന്നത്. NSS കരയോഗം പ്രസിഡന്റ് K മധു അധ്യക്ഷത വഹിച്ചു. PP മധുസൂദനൻ, പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർ KV രഘു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കല്യാണിക്കുട്ടി, ഡോക്ടർ സജീവൻ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സമ്മേളനം അഷ്ടമിച്ചിറയിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അപകടകരമായ അവസ്ഥയിൽ നേരിടുകയാണ്. എന്താ അങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പുള്ള യോഗങ്ങളിൽ എല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത് ക്ഷേമനിധി ഒരു അപകടകരമായ അവസ്ഥയെ നേരിടുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിന്റെ തന്നെ. കാരണം ഈ ക്ഷേമനിധി നിലവിൽ വരുന്നത് 1991 അപ്പോൾ ക്ഷേമനിധി 1990-91 കാലഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അന്ന് തന്നെ ഭരണാധികാരികളും യൂണിയനുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ക്ഷേമനിധി നടപ്പാക്കാൻ നമ്മൾ വളരെ നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവിടെ ഭരണാധികാരികൾ നമ്മളോട് ഉന്നയിച്ച തർക്കം ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ അത് 3 ഉടമസ്ഥന്മാർ വേണം. തൊഴിലാളി വേണം, മുതലാളി വേണം, സർക്കാർ വേണം. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിയുണ്ട്, സർക്കാരുണ്ട്. നമുക്ക് ആരെയും മുതലാളിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. KC അപ്പു അധ്യക്ഷത വഹിച്ചു. MP ശശിധരൻ, KN മനോഹരൻ, CN ദേവകി, KN രഘുവരൻ, PS രാജു, KN അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് നമ്പർ 1 ഡ്രസ്സിംഗ് കളക്ഷന്റെ ഏറ്റവും പുതിയ ഷോറൂം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായിയും ഫാഷൻ ഡിസൈനറുമായ ബീന കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റുകൾ ഡയാന ഹമീദ്, ആഷിക അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
ഇന്ന് ഇവിടെ നമ്പർ 1 ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ജോൺസൺ ചേട്ടൻ്റെ തലമയിൽ ആരംഭിച്ച് ഇന്ന് ഡേവിഡ്സണും മെർവിനും എല്ലാം കൂടിയാണ് ഇത് നടത്തുന്നത്. ഇതൊരു ഫാമിലി സംരംഭമാണ്. 30 കൊല്ലത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കടയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി, വേറെ സ്ഥലത്തൊന്നും പോകണ്ട. പ്ലീസ് കം ടു നമ്പർ 1. ഹാവ് യു എവർ ബീൻ ടു നമ്പർ 1 ബിഫോർ? നേരത്തെ പോയിട്ടുണ്ടോ? നമ്പർ 1 പറവൂരുണ്ട്, പെരുമ്പാവൂരുണ്ട്, പോയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടോ? ആ, ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷിക്കാം. മാള ഫെഡറൽ ബാങ്കിന് സമീപം പോൾ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷനിൽ ഈ വിവാഹ സീസണിലെ ഏറ്റവും മികച്ച ഡിസൈനുകളും ട്രെൻഡിംഗ് കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെൻസ് വെയർ, വിമൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ആഘോഷ പരിപാടികളിൽ അണിയാൻ അനുയോജ്യമായ വസ്ത്രങ്ങൾ മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. ഉദ്ഘാടന ചടങ്ങിൽ നമ്പർ 1 മാനേജിംഗ് പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് മെമ്പർ AA അഷഫ്, വാർഡ് മെമ്പർ സാബു പോൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ പറവൂർ, പെരുമ്പാവൂർ. ഞാനും ആഷികയും നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എവർ സിൻസ് ദാറ്റ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ എന്താണെന്നുള്ളത് നേരിട്ട് അറിഞ്ഞവരാണ് ഞങ്ങൾ. അപ്പോൾ ശരിക്കും നമ്മുടെ മാളയിലുള്ള വസ്ത്ര സ്നേഹികൾക്ക് ഒക്കെ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷൻസ് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ക്ഷണിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഒരു വലിയൊരു താങ്ക് യു ഫോർ കോളിംഗ് ബോത്ത് ഓഫ് us here. ആൻഡ് മാളയിൽ ഇത്രയും ആൾക്കാരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തൊരു എനർജറ്റിക് ആണ് എല്ലാവരും, ഭയങ്കര സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്പർ 1 കളക്ഷൻസിൽ ഞങ്ങൾ ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു. ആൻഡ് അമേസിങ് കളക്ഷൻ ആയിരുന്നു. എല്ലാ സാരീസും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാരീസ് മാത്രമല്ല, ഗൗൺസ് ഉണ്ടായിരുന്നു, ലെഹങ്കാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് അറിയാം. സോ ഇനി നിങ്ങളും കയറി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അപ്പോഴാണല്ലോ അതിനൊരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ജെനുവിൻലി ഐ എം വെരി 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 ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ പദമഴ പെയ്തത് കൗതുകമായി. തൃശൂർ അമ്മാടം കോടന്നൂർ ഭാഗത്താണ് പദ പെയ്തത്. കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സമ്മാനിച്ചു. ദൈവം കയ്യപ്പെട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. മാളയിൽ മാരത്തോൺ 2025 സംഘടിപ്പിച്ചു. ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടി MLA VR സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.